രാജ്യസുരക്ഷയെ സംബന്ധിക്കുന്ന വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതിന് അറസ്റ്റിലായ ബ്ലോഗർ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്ര കേരള സന്ദർശനം നടത്തിയെന്ന് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ ആണെന്നും വ്യക്തമാക്കിയ ഒരു വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു. ഇതിന് ഇപ്പോൾ ഒരു മരുമകൻ മാത്രമല്ല പെട്ടിട്ടുള്ളത്, ഇപ്പോൾ വി മുരളീധരനും ഒരു പ്രതിയാണ്. ഇന്നലെ ഈ വീഡിയോ പുറത്തു വരുന്നത് വരെ ഫുൾ റേഞ്ചിലായിരുന്നു BJP. External Affairs, V. Muralidharan, sir. Thank you so much, sir. Ye new Vande Bharat. How this train is very important. New coach that has come. Vande Bharat trains coach has a facility that Vikasita Bharat. Union Minister for External Affairs, V. Muralidharan, sir. Thank you so much, sir. Ye new Vande Bharat. How this train is very important. New coach that has come. Vande Bharat trains coach has a facility that Vikasita Bharat. ഇപ്പോഴിതാ സന്ദീപ് വാര്യറും രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാവുകയാണ്. അതായത് ഇന്നലെ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന യാത്രയ്ക്കുള്ള പാസുകൾ BJP ഓഫീസിൽ നിന്നാണ് നേരിട്ട് വിതരണം ചെയ്തത്. പാകിസ്ഥാൻ ചാരയായ ജ്യോതി മൽഹോത്രയ്ക്ക് BJP ഓഫീസിൽ നിന്ന് ആരാണ് വന്ദേ ഭാരത് പാസ് നൽകിയത് എന്ന് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് വെളിപ്പെടുത്തണം. അദ്ദേഹത്തിന്റെയും കേന്ദ്രമന്ത്രി വി മുരളീധരന്റെയും വേണ്ടപ്പെട്ടവർക്കൊക്കെ വന്ദേ ഭാരത് ഉദ്ഘാടന പാസ് നൽകിയിട്ടുണ്ട്. ജ്യോതി മൽഹോത്രയ്ക്കും അങ്ങനെ കിട്ടിയതാവാനേ തരമുള്ളൂ. നാട്ടിലുള്ള സകലരെയും രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്തുന്ന സംഘികൾക്ക് സ്വന്തം ആരോപണം ഇതുപോലെ ബൂമറാങ്ങായി തിരിച്ചു കിട്ടുമെന്ന് സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടാവില്ല. ഇത് നമുക്കൊരു വിമർശനമായി കാണാം. അതായത് സന്ദീപ് വാര്യർ പോന്നത് BJPയിൽ നിന്നാണ്. അതായത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിമർശനമാണ്, അത് അങ്ങനെ തന്നെ കാണാം. പക്ഷേ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രണ്ടാമത് ഒരു പോസ്റ്റ് കൂടെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പേജിൽ വന്നു. അതിങ്ങനെ: പാകിസ്ഥാൻ ചാരയായ ജ്യോതി മൽഹോത്ര കേരളം ടൂറിസം വകുപ്പിന്റെ ക്ഷണം അനുസരിച്ച് വരുന്നത് 2024 ജനുവരിക്ക് ശേഷം മാത്രം. എന്നാൽ വി മുരളീധരന്റെ വന്ദേ ഭാരത് ഉദ്ഘാടന മഹാമഹ റിപ്പോർട്ടിംഗ് വേണ്ടി ആയമ്മ 2023 സെപ്റ്റംബറിൽ തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അതെ, ഇത് ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ ഇതൊരു സത്യമാണ്. മറുപടി പറയേണ്ടത് വി മുരളീധരനാണ്. ആ പോസ്റ്റ് ഇങ്ങനെ: പാകിസ്ഥാൻ ചാരയായ ജ്യോതി മൽഹോത്ര കേരള ടൂറിസം വകുപ്പിന്റെ ക്ഷണം അനുസരിച്ച് വരുന്നത് 2024 ജനുവരിക്ക് ശേഷം മാത്രം. എന്നാൽ വി മുരളീധരന്റെ വന്ദേ ഭാരത് ഉദ്ഘാടന മഹാമഹം റിപ്പോർട്ടിംഗിനായി ആയമ്മ 2023 സെപ്റ്റംബറിൽ തന്നെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. മറുപടി പറയേണ്ടത് വി മുരളീധരനാണ്. ഡൽഹിയിൽ നിന്ന് ജ്യോതി മൽഹോത്രയെ കേരളത്തിലെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രം വിമാനത്താവളം പോലും ഇല്ലാത്ത കാസർഗോഡ് എത്തിച്ചതാരാണ്? ജ്യോതിയുടെ വിദേശയാത്രകൾക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ? വാഗാ ബോർഡറിൽ വെച്ച് പാസ്പോർട്ട് പരിശോധിക്കുന്ന സൈനികനോട് ജ്യോതി മൽഹോത്ര പറയുന്നത് ഹരിയാന BJP എന്നാണ് എന്നുള്ള വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ കേരള BJPയിലെ ശമ്പളം പറ്റുന്ന മാധ്യമ വിഭാഗം മേധാവി ജ്യോതി മൽഹോത്രയെ മന്ത്രിയുടെ PR വർക്കിങ്ങിന് വേണ്ടി അസൈൻ ചെയ്തതല്ലേ? ഈ മാധ്യമ വിഭാഗം മേധാവിയുടെ ഡൽഹി വീട്ടിൽ താമസിച്ചല്ലേ DRDO ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന ഒരുത്തൻ തട്ടിപ്പ് നടത്തിയത്? നിശ്ചയമായും വി മുരളീധരന് ജ്യോതി മൽഹോത്രയെ അറിയാം. നിങ്ങൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരും. പക്ഷേ ഇപ്പോൾ വി മുരളീധരൻ ഈ വാക്കുകളെ പുച്ഛിക്കുകയാണ്. പക്ഷേ ഈ ഒരു പാസ് വിവാദം ഇനിയും കത്തും. കാരണം ഇത് അന്നത്തെ തീരുമാനം പോലെ നടന്നു എന്ന ഒരു ഒഴുക്കൻ മറുപടിയാണ് വി മുരളീധരൻ നൽകിയിട്ടുള്ളത്. എന്തായാലും വി മുരളീധരനെ സന്ദീപ് വാര്യർ പൂട്ടാൻ ഒരുമ്പിട്ട് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പുതുതായിട്ട് ചെന്നാണ്. പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് അവിടെ ചെല്ലുമ്പോ എനിക്ക് നിങ്ങളോട് തന്നെയാണ് കൂറ് എന്ന് കാണിക്കണമെങ്കിൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ അത് അധ്വാനിക്കേണ്ടി വരും. ആ അധ്വാനം നടത്തുന്നതിനെ എനിക്ക് എതിർപ്പില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ത്യൻ റെയിൽവേക്ക് ഒരു യാത്ര ചെയ്യാൻ BJP ഓഫീസിലെ പാസ് അതിലെവിടെയെങ്കിലും BJP ഓഫീസിൽ സീൽ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്? ഈ എന്തെങ്കിലുമൊക്കെ പറയുന്നതിന്, അതായത് റെയിൽവേ സ്റ്റേഷൻ ചെല്ലുമ്പോൾ ഞാൻ BJP ഓഫീസിലെ പാസ് എടുത്ത് കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുമോ?
ഈ വന്ദേ ഭാരത് യാത്രയ്ക്ക് ആദ്യ യാത്രയ്ക്ക് പാസ് നൽകുന്നത്, ടിക്കറ്റ് നൽകുന്നത് അത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? അല്ല, അതൊക്കെ അതത് സമയത്തുണ്ടായിരുന്നല്ലോ. ആ കാലത്ത് അന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും, അതനുസരിച്ച് നടന്നിട്ടുണ്ടാവും.